السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖബർ കെട്ടിയുയർത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അധ്യാപനം എന്നത് കഴിഞ്ഞ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി. ഒട്ടനവധി അനാചാരങ്ങളാണ് ഇത്തരം ഖബറുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പ്രമാണങ്ങളുടെ പിൻബലമുണ്ട് എന്ന് സ്ഥാപിക്കുവാനും ന്യായീകരിക്കുവാനുമാണ് പല ഉസ്താദുമാരും ഇന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ തെളിവാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ഏതാനും ചില ആയത്തുകളുടെ ഹദീസുകളുടെ സംഭവങ്ങളുടെ നിജസ്ഥിതി വിവരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ശേഷം ബഹുമാന്യനായ മൂസ സ്വലാഹി കാര ഇന്ന് നടമാടുന്ന അനാചാരങ്ങളുടെ നേർക്കാഴ്ചകൾ എത്രമേൽ ഭയാനകമായ ശിർക്കിലും അന്ധവിശ്വാസത്തിലുമൊക്കെയാണ് സമൂഹം ഇന്ന് ആപ്പതിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താവുന്ന ഒരു ചെറിയ സംസാരം കൂടി ശേഷമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇസ്ലാമിക പ്രമാണങ്ങൾ ഖബർ കെട്ടുയർത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു. ആ ഉയർത്തൽ ശപിക്കപ്പെട്ട കാര്യമാണെന്ന് പറയുന്നു. അത് ജൂതന്റെ ക്രിസ്ത്യാനിയുടെ രീതിയാണെന്ന് പറയുന്നു. അങ്ങനെ ഉയർത്തുന്നുവെങ്കിൽ അത് പൊളിച്ചു മാറ്റണമെന്ന് പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ കോപമുണ്ട്, ശാപമുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും ദുഷിച്ചവർ, ശർറായവർ അത്തരം ആളുകളാണ് എന്നൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വ്യക്തമായ പ്രമാണങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് തെളിവായി ഉള്ളത്. അതേസമയം ഖബറുകൾ ഉയർത്താൻ ഞങ്ങൾക്കുള്ള തെളിവ് ഖുർആനിക വചനമാണ്, പ്രവാചക അധ്യാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഖബറുകളെ കെട്ടുയർത്തുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അതുവഴി സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് വഴി കണ്ടെത്തുന്ന ആളുകൾ എന്നും ശ്രമിക്കാറുള്ളത്. അവർ കൊണ്ടുവരുന്ന ഒരു തെളിവാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട ചരിത്രം പരാമർശിക്കവേ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച 21-ാമത്തെ വചനം, ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ എന്ന ആയത്ത് ഖബറുകൾ ഉയർത്താൻ തെളിവാണ് എന്ന് പലപ്പോഴും പലരും ഉന്നയിക്കാറുണ്ട്. അഥവാ അസ്ഹാബുൽ കഹ്ഫ് അവർ ആ ഗുഹയിൽ തന്നെ പിന്നീട് വഫാത്തായി, അവിടെ തന്നെ ഒരു മറമാടപ്പെടുന്നു. ആ മറമാടിന് ശേഷമുണ്ടായ ആ നാട്ടിലെ ചർച്ചകൾ വിവരിക്കുന്നിടത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു പ്രയോഗമാണ് ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം. അവിടെ കാര്യത്തിൽ മേൽക്കോയ്മയുള്ള, കയ്യൂക്കുള്ള ആളുകൾ അവർ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, അവർക്ക് മീതെ നാം ഒരു പള്ളി ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അത് എടുത്തുദ്ധരിച്ചു. അത് തെളിവാണ് ഖബറുകൾക്ക് മീതെ പള്ളി ഉണ്ടാക്കാൻ, ഖബറുകൾക്ക് മീതെ ആരാധനയും പണിയാൻ ഇത് തെളിവാണ് എന്നാണ് പലപ്പോഴും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ, പ്രവാചക വചനങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുന്ന ആളുകൾക്ക് ഈ വിഷയമായി എന്താണ് വസ്തുത എന്ന് ബോധ്യപ്പെടുമാറുള്ള ഹദീസുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ചിലതൊക്കെ നേരത്തെ സൂചിപ്പിച്ചു, ചിലത് ഇനിയും ഇവിടെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും. എന്നിരിക്കെ മുൻഗാമികളായ
സമൂഹത്തിലുണ്ടായ സംഭവം പറഞ്ഞ കൂട്ടത്തിൽ ആ നാട്ടിൽ നടന്നൊരു ചർച്ച, ആ ചർച്ചയെ പരാമർശിച്ചത് തെളിവായിക്കൊണ്ടാണോ നമ്മുടെ ഈ ശരീഅത്തിൽ നാം തീരുമാനങ്ങൾ, വിധികൾ, ഹുക്മുകൾ കണ്ടെത്തേണ്ടത്? ഒരിക്കലുമല്ല. മാത്രവുമല്ല, ഈ പറഞ്ഞ ആളുകൾ അവർ മുസ്ലിമീങ്ങൾ തന്നെയാണോ, അവർ പ്രശംസനീയമായ ചെയ്തിയാണോ ചെയ്തത് എന്നതൊന്നും അതിന് വ്യക്തമല്ല. നേരെ മറിച്ച് അല്ല എന്നാണ് ഖുർആനിന്റെ സൂചന. ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം എന്നാണ് പ്രയോഗം. അവരുടെ കാര്യത്തിൽ ഗലബത്തുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ മേൽക്കോയ്മയുള്ള ആളുകൾ, അവിടെ അധികാരവും കയ്യൂക്കുമുള്ള ആളുകൾ അവർ പറഞ്ഞ സംസാരമായിട്ടാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെച്ചുവോ ഈ ആയത്ത് മഹാന്മാരുടെ ഖബറുകൾക്ക് മീതെ ദർഗയുണ്ടാക്കാൻ, കുബ്ബയുണ്ടാക്കാൻ, കെട്ടിയുയർത്താൻ, അവിടെ പോയി നേർച്ചയും വഴിപാട് സമർപ്പിക്കുവാൻ, അവിടെ ആനയും അമ്പാടിയുമായി ചാട്ടവും കളിയുമായി അവിടെ ചെന്ന് തുള്ളാനും ആഘോഷിക്കാനുമെല്ലാമുള്ള തെളിവാണ് ഈ ആയത്ത് എന്ന് ഈ ഖുർആനിന്റെ വചനം വിശദീകരിച്ച ഏതെങ്കിലും ഖുർആൻ വ്യാഖ്യാതാവ് രേഖപ്പെടുത്തിയോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് തിരിച്ചാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ വിശദീകരണത്തിൽ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു. ഉദാഹരണമായി ഇമാം ഖുർത്തുബി തന്റെ തഫ്സീർ ഖുർത്തുബിയിൽ വിശദമായ ചർച്ചയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറയുകയാണ്, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒന്ന്, ഖാലല്ലദീന ഗലബൂ അലാ അംരിഹിം എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞ ആളുകൾ? ഇതാരാണ്? അത് ചില ആളുകൾ, അവര് അവിടെ അധികാരമുള്ള ശക്തരായ ആളുകളാണ്. ഫഖാലൽ മലിക് ഉബ്നു അലൈഹിം ബുൻയാന, ഭരണാധികാരിയാണ് പ്രഖ്യാപിച്ചത്, രാജാവിന്റെ കൽപ്പനയാണ് വന്നത് എന്ന് പറയുന്നു. അതല്ല, മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നു. ഇനി അതുമല്ല, അവിടെ ചർച്ചകൾ, തർക്കങ്ങൾ ഉണ്ടായി എന്നാണ്. വറുവി അന്ന ത്വായിഫതൻ കാഫിറ ഖാലത് നബ്നി ബൈഅതൻ ഔ മുളീഫൻ ഫമാനഹുൽ മുസ്ലിമൂൻ. അവിശ്വാസികളായ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഒരു മഠമുണ്ടാക്കാം, അങ്ങനത്തെ ഒരു കേന്ദ്രമുണ്ടാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു, അല്ല, അവിടെ പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ്. ഏതാണെങ്കിലും അത് പ്രശംസനീയമാണോ? ഒരിക്കലുമല്ല. കാരണം നമ്മുടെ ശരീഅത്ത് അത് അംഗീകരിച്ചതല്ല എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ മസ്അലകൾ ഉടലെടുക്കുന്നുണ്ട്. ചിലതൊക്കെ അനുവദനീയമായതാണ്, ചിലതൊക്കെ ഹറാമായ വിലക്കപ്പെട്ട കാര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഫത്തിഖാദുൽ മസാജിദി അലൽ ഖുബൂരി വസ്സലാത്തു ഫീഹാ വൽ ബിനാഉ അലൈഹാ ഇലാ ഗൈരി ദാലിക മിമ്മാ തളമ്മനതി സുന്നത്തു മിൻ നഹി അൻഹു മംനൂഉൻ ലാ യജൂസ്. ഈ ആയത്തിന്റെ തഫ്സീറാണ് പറഞ്ഞത്, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റൽ, വസ്സലാത്തു ഫീഹാ അതിൽ നിസ്കരിക്കൽ, വൽ ബിനാഉ അലൈഹാ അതിനുമേൽ എടുപ്പുണ്ടാക്കൽ, ഇലാ ഗൈരി ദാലിക അതല്ലാത്ത മറ്റു കാര്യങ്ങളും, ഇതൊക്കെ മിമ്മാ തളമ്മനതു സുന്നത്തു മിൻ നഹി അൻഹു സുന്നത്തിൽ ഇതെല്ലാം വിലക്കപ്പെട്ട കാര്യമാണ്. അതിനാൽ ഫമംനൂഉൻ അതെല്ലാം വിലക്കേണ്ടതാണ്, ലാ യജൂസ് ജായിസല്ല അനുവദനീയമല്ല. എന്നൊരു അനുവദനീയമല്ല എന്ന് പറയാനുള്ള തെളിവുകൾ ധാരാളം ഹദീസ് അദ്ദേഹം കൊണ്ടുവരികയാണ്. ലിമാ റവ അബൂ ദാവൂദ് വത്തിർമിദി അൻ ഇബ്നു അബ്ബാസ് ഖാൽ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സവ്വാറാത്തിൽ ഖുബൂരി വൽ മുത്തഖിദിന അലൈഹിൽ മസാജിദ വസ്സുറുജ. ഖബറുകളെ ധാരാളമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. വൽ മുത്തഖിദിന അലൈഹിൽ മസാജിദ ഖബറുകൾക്ക് മീതെ മസ്ജിദ് ഉണ്ടാക്കുന്നവരെ ശപിച്ചിരിക്കുന്നു. വസ്സുറുജ അവിടെ വിളക്ക് വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നുവെന്ന ഹദീസ് നൽകുന്നു. വീണ്ടും മറ്റു ഹദീസ് കൊടുക്കുന്നു, സ്വഹീഹാനി അൻ ആയിഷ അന്ന ഉമ്മു ഹബീബ ഉമ്മു സലമ ദക്കറത കനീസതൻ റഅയ്നഹാ ബിൽ ഹബശതി എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയുന്ന മറ്റൊരു ഹദീസ്, നബി തങ്ങളുടെ ഭാര്യമാരായ ഉമ്മു സലമയും ഉമ്മു ഹബീബയും എത്യോപ്യയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എത്യോപ്യയിൽ കണ്ട ചില ക്രിസ്തീയ ദേവാലയങ്ങളെപ്പറ്റി അവർ നബിയോട് പറയുകയാണ്, നബിയെ, അവിടെ ചില ക്രിസ്തീയ ദേവാലയമുണ്ട്, അതിൽ കുറെ ചിത്രപ്പണികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇന്ന ഉലൈക ഇദാ കാന ഫീഹിമുർ റജുലു സ്വാലിഹു ഫമാത ഫബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ആ ആളുകളുടെ പതിവ് അവർക്കിടയിൽ സ്വാലിഹായ മനുഷ്യനുണ്ടാകുകയും ആ സ്വാലിഹായ മനുഷ്യൻ മരിക്കുകയും ചെയ്താൽ അയാളുടെ ഖബറിന് മീതെ അവർ ഒരു ആരാധനാലയം പണിയുന്നു. വസവ്വറു ഫീഹി തിൽക സുവറ എന്നുള്ള ആരാധനാലയത്തിൽ ഒരുപാട് രൂപങ്ങളെ അവർ ഉണ്ടാക്കി വെക്കുന്നു. ഉലൈക
ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹി തആല യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പടച്ച റബ്ബിനടുക്കൽ ഏറ്റവും ദുഷിച്ചവർ, ഏറ്റവും ശർറായവർ അവരാകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് ഇമാം ഖുർത്തുബി പറയുന്നു, ഖാല ഉലമാഉന, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു, വഹാദാ യഹ്റുമു അലൽ മുസ്ലിമീന അൻ യത്തഖിദു ഖുബൂറുൽ അംബിയാഇ വൽ ഉലമാഇ മസാജിദ. അംബിയാക്കളുടെയും ഉലമാക്കളുടെയും ഖബറുകളെ മസ്ജിദുകളാക്കുക എന്നത് ഹറാമാണ് മുസ്ലിമീങ്ങൾക്ക് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു എന്ന് പറയുകയും അതിനും ധാരാളമായ തെളിവുകൾ ഉന്നയിക്കുകയും വ്യത്യസ്തമായ ഹദീസുകളെ അദ്ദേഹം വിശദമായി നൽകുകയും ചെയ്യുന്നു. അവസാനം പറയാനത് കൊണ്ട് ഖബറുണ്ടാവേണ്ട ഒരു ചാണാണ്. ഒരു ചാണിനധികമുള്ളതെല്ലാം പൊളിച്ചു മാറ്റാനാണ്, നീക്കം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചാണ് മാത്രമേ ഉണ്ടാകാവൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞയച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന് പിൽക്കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബ് ഖലീഫയായപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് അബുൽ ഹയ്യാജുൽ അസ്ലി വിളിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നുണ്ട്, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ എന്നെ നിയോഗിച്ച ദൗത്യമുണ്ട്, ആ ദൗത്യത്തിനില്ല ഇപ്പോൾ ഞാൻ താങ്കളെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദൗത്യം ഏൽപ്പിച്ചു. അതിൽ ഒരു ദൗത്യം വലാ ഖബ്റൻ മുസ്ലിഫ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ ആ ഖബറൊക്കെ നിരപ്പാക്കാതെ നീ വിട്ടുകളയാൻ പാടില്ല എന്ന് പണ്ട് നബിതങ്ങൾ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് മക്ക ഫതഹിന്റെ അന്ന്. അതിനാൽ ഇപ്പോൾ ഞാൻ നിന്നെ ആ ദൗത്യത്തിന് പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബുൽ ഹയ്യാജുൽ അസദിയെ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞയക്കുന്നത്. എന്നിട്ട് പറയാണ്, ആ ഖബറ് ഒരു ചാണിന് മേലെ ഉയരാൻ പാടില്ല, അതൊക്കെ നീക്കണം. വലഹബൽ ജംഹൂറു ഇലാ അന്ന ഹാദൽ ഇർതിഫാഅ അൽ മഅ്മൂറ ബിഇസാലതിഹി, നീക്കം ചെയ്യണമെന്ന് കൽപ്പിച്ച ഈ എടുപ്പ് എന്ന് പറഞ്ഞാൽ ഹുവ മാ സാദൽ തസ്നീമി, തസ്നീം ഒരു ചാൺ ഉയർത്തുന്നതിനാണ് തസ്നീം എന്ന് പറയുക. ആ തസ്നീമിനേക്കാൾ അധികമുണ്ടെങ്കിൽ അതാണ് നീക്കം ചെയ്യാനായി പറഞ്ഞത് എന്ന് പഠിപ്പിക്കുകയും എന്ന് ശേഷം അദ്ദേഹം പറയാം, ഖബറാണ് എന്ന് അറിയാവുന്ന നിലക്ക് ഒരു ചാണ് മാത്രം ബാക്കിയാക്കുക, അല്ലെങ്കിൽ അനാദരിക്കപ്പെട്ടു പോയേക്കാം. ഖബറാണെന്ന് അറിയാതെ പോയാൽ ആളുകൾ ചവിട്ടിപ്പോകും, ആളുകൾ അനാദരിക്കും. അതില്ലാതിരിക്കാൻ ഒരു ചാണ് ഉയർത്തുക, മീതയുള്ളതെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഇമാം ഖുർത്തുബി പറയാണ്, വദാലിക സിഫത്തു ഖബ്രി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നമ്മുടെ നബിയുടെ ഖബറിന്റെ രൂപം, അങ്ങനെയാണ് ഒരു ചാണ് മാത്രമാണ്. വഖബ്രി സാഹിബൈഹി റളിയല്ലാഹു അൻഹുമാ, നബിയുടെ 2 കൂട്ടുകാർ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഖബറും ഒരു ചാണാണ്. അലാമാ ദക്കറ മാലിക്കും ഫിൽ മുവത്തഇ, ഇമാം മാലിക് റഹിമഹുല്ലാഹി അദ്ദേഹത്തിന്റെ മുവത്തയിൽ പറഞ്ഞത് പ്രകാരം നബിയുടെ ഖബർ ഒരു ചാണ് മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ്. ഉമർ ഖത്താബിന്റെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയർന്നത്. വഖബ്റു നബീന ആദം അലൈഹിസ്സലാം, നമ്മുടെ പിതാവായ ആദം നബിയുടെ ഖബറും ഒരു ചാണ് മാത്രമാണ്. അലാമാ റവാഹു ദാറഖുത്നി മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്, ഇമാം ദാറഖുത്നി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ആദം നബിയുടെ ഖബറും ഒരു ചാണ് മാത്രമാണ്. അതാണ് ശരിയായ രീതി എന്ന് ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തഫ്സീർ രേഖപ്പെടുത്തി വെച്ചതെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ ആയത്ത് ഖബർ കെട്ടി ഉയർത്താനല്ല പണ്ഡിതന്മാർ തെളിവായി കണ്ടത്, ഉയർത്താൻ പാടില്ലെന്ന് പഠിപ്പിക്കാനും മുൻകാല സമുദായത്തിൽ ഏതോ ചില കയ്യൂക്കള മനുഷ്യന്മാർ പറഞ്ഞു വന്നൊരു ഒരു ചെയ്തിയെ എടുത്തുദ്ധരിക്കുക മാത്രമാണ് ചെയ്തത് എന്നും അതല്ല നമ്മുടെ ശരീഅത്തിൽ തെളിവാക്കേണ്ടത്. നമ്മുടെ ശരീഅത്തിൽ, നമ്മുടെ ഈ മതത്തിൽ തെളിവാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നബിതങ്ങളുടെ കൽപ്പനയാണ്. ആ കൽപ്പനയാവട്ടെ കെട്ടുയർത്താനല്ല, ഉയർത്തിയതെല്ലാം പൊളിച്ചു മാറ്റാനാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് തെളിവുകളുടെ വസ്തുത. മറ്റൊന്ന്, ഇതേ വിഷയത്തിൽ തെളിവായി ഇത്തരം ആളുകൾ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, സ്വഹാബിമാരൊക്കെ പറഞ്ഞു, താബിഈങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദ് ഇബ്നു സൈദ് പറഞ്ഞൊരു വാക്ക്, ഉസ്മാൻ മദ്ഊന്റെ ഖബർ ചാടിക്കടക്കുമായിരുന്നു ഞങ്ങൾ. അപ്പൊ ചാടിക്കടക്കാൻ മാത്രം വലിയ ഉയരത്തിന് കെട്ടുയർത്തിയത് കൊണ്ടല്ലേ ആ ഖബർ ചാടിക്കടക്കേണ്ടി വന്നത് എന്ന ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത്. അതിൻ്റെയും വസ്തുത പരിശോധിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അത് റിപ്പോർട്ടുകൾ കാണാം. പറയാണ്, ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായ ചെറിയ കുട്ടികളായ സമയത്ത്
ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചാട്ടക്കാര് ആ ഖബർ ചാടുന്നവരായിരുന്നു. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ ചാടുന്നവരായിരുന്നു. അങ്ങനെ ചാടിക്കിടക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാര് എന്ന് കുട്ടികളായ കാലത്ത് ഞങ്ങളൊക്കെ ഒരു തോത് പറയുമായിരുന്നു, ഒരു കണക്ക് പറയുമായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. ശരിയാണ്. എന്താണ് ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ മാത്രം അങ്ങനെ പറയാൻ കാരണം? അത് വലിയ ജാറമാക്കിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഒരു ജാറമാക്കി മാറ്റിയാൽ പിന്നെ ആ ഖബറിന് മീതെ ചാടിക്കിടക്കുമോ? അതേതായാലും ഇല്ലല്ലോ. അപ്പം അതല്ല അവിടെ രീതി. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്? ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബറാണ് അവിടെ ആദ്യമായി വന്ന ഖബർ. അന്ന് മറ്റ് ഖബറുകൾ ഒന്നുമില്ല. ആ ഖബർസ്ഥാനിൽ വേറെ ഒരു ഖബറും വന്നില്ല. ആ ഒരു ഖബർ മാത്രമേ അന്നുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഖബറാണെന്നറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ഒരു അടയാളം വെച്ചിരുന്നുവെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസാണത്. നബി തങ്ങളുടെ വഫാത്തുമായി ഈ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ കാണാം അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബർ മറമാടിയ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കല്ല് കൊണ്ടുവന്ന് വെക്കാനായി ആവശ്യപ്പെട്ടു. അങ്ങനെ കല്ലവിടെ കൊണ്ടുവന്ന് വരാൻ വേണ്ടി അപ്പുറത്ത് കാണുന്ന ഒരു കല്ലെടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ കല്ല് ഉയർത്താൻ സാധിക്കുന്നില്ല, അവർക്ക് പൊങ്ങുന്നില്ല. നബി തങ്ങളും ചെന്നു. എന്നിട്ട് ആ റിപ്പോർട്ടർ പറയാണ്, ഇപ്പോഴും നബി തങ്ങളുടെ ആ കയ്യിൻ്റെ വെള്ളം എൻ്റെ കണ്ണിൽ കാണുന്ന പോലെയുണ്ട്. നബി തങ്ങൾ ചെന്ന് തൻ്റെ കുപ്പായ കൈ അങ്ങ് നീക്കി കൈയൊന്ന് കയറ്റി എന്ന് നബിയും പിടിച്ചു ആ കല്ല്. രണ്ടാൾ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് ആ കല്ലെടുത്തു വന്നിട്ട് ഈ ഖബറിന്റെ ഭാഗത്ത് വെച്ചിട്ട് പറഞ്ഞു, അതഅല്ലമു ബിഹാ ഖബറ അഖീ, എൻ്റെ സഹോദരൻ്റെ ഖബർ ഇത് മുഖേന എനിക്ക് തിരിച്ചറിയാം. വഅദ്ഫനു ഇലൈഹി മമ്മാത മിൻ അഹ്ലി, ഇനി എൻ്റെ കൂട്ടത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി മരിക്കുന്ന ആളുകളെ ഇവിടെ മറമാടുകയും ചെയ്യാം. ഒന്നാമത്തെ ഖബറാണ്, മറ്റ് ഖബറൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അപ്പോൾ ഒരു അടയാളം വെക്കാൻ വേണ്ടി ഒരു വലിയ കല്ല് ഒരു സ്വഹാബിയെ പറഞ്ഞേക്കുന്നു കൊണ്ടുവരാൻ. ആ സ്വഹാബിക്ക് പൊങ്ങുന്നില്ല. നബിയും കൂടെ ചെന്ന് രണ്ടുപേരും ഒന്നിച്ചു പിടിച്ച് ആ കല്ല് പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ സഹോദരൻ്റെ ഖബറിന് ഒരു അടയാളമാണിത്. ഇനി മരിക്കുന്നവരെ എനിക്കിവിടെ മറമാടുകയും ചെയ്യാമല്ലോ എന്നാണ്. അതാണ് ആ ഖബറിൻ്റെ പ്രത്യേകത. അതാണ് ആ ചെറുപ്പക്കാരായ കുട്ടികൾ പറഞ്ഞത്. അത് ചാടുന്നവരായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാർ. മരുഭൂമിയാണ്, എല്ലാം നിരന്ന പ്രദേശമാണ്, അവിടെ ഒരു വലിയ കല്ലുണ്ട്. അപ്പം ഇത് ചാടുന്നവർ ഞങ്ങളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരായിരുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരായ സമയത്ത്, കുട്ടികളായ സമയത്ത് ഞങ്ങൾ അങ്ങനെ കണക്കാക്കുമായിരുന്നുവെന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ ഖബർ കെട്ടിയുയർത്തി ജാറമാക്കി അവിടെ ജാറം മൂടലും അവിടേക്ക് നേർച്ച നേരലും അവിടെ വഴിപാടും അവിടെ ദർഗയും എല്ലാം ഉണ്ടായിരുന്നുവെന്ന് എവിടെയുമില്ല. ആ ഖബറിന്റെ സവിശേഷത ഇതാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി ഇത്തരം ആളുകൾ പറയാറുള്ളത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ അതാ ഞങ്ങൾക്ക് തെളിവ്. നബി തങ്ങളുടെ ഖബർ തന്നെയും പള്ളിയിലാണല്ലോ, നബി തങ്ങളുടെ ഖബർ തന്നെയും മീതെ കുബ്ബയുണ്ടല്ലോ, അതുകൊണ്ട് അതേക്കാളും വലിയ തെളിവ് മറ്റെന്താണ് വേണ്ടത് എന്ന് ഇവർ പറയാറുണ്ട്. അതിൻ്റെയും വസ്തുത നമുക്കറിയാം. നബി തങ്ങളെ വഫാത്താകുമ്പോൾ മറമാടിയത് പള്ളിയിലല്ല, പള്ളിയുടെ പുറത്താണ്. ആയിഷ ബീവിയുടെ റൂമിലാണ് മറമാടപ്പെട്ടത്. അന്ന് ആയിഷ ബീബിയുടെ റൂമാണ് അവിടെ. അന്ന് പള്ളി അങ്ങോട്ടായിട്ടില്ല. ആ റൂമിലാണ് നബി തങ്ങളെ മറമാടിയത്. കാരണം അമ്പിയാക്കൾ എവിടെ വെച്ചാണോ വഫാത്തായത് അവിടെ തന്നെ മറമാടണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുകയും അതുപ്രകാരം നബി തങ്ങൾ വഫാത്തായ അതേ റൂമിൽ ആ കട്ടിലിന് താഴെ ഒരു ഖബർ കുഴിച്ചുകൊണ്ട് അവിടെ മറമാടുകയും ആ ഖബർ ഒരു ചാണോളം അല്ലെങ്കിൽ 4 വിരലോളം ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. നേരത്തെ അബ്ദുൽ മാലിക് സലഫി ഇവിടെ വിശദീകരിച്ച ആ ഭാഗം. അതാണ് നബി തങ്ങളുടെ ഖബറിൻ്റെ അവസ്ഥ. പിന്നീട് പലപ്പോഴായി ആ ഖബർ, ആ പള്ളി വിശാലമാക്കപ്പെട്ടു, അത് വികസിപ്പിക്കപ്പെട്ടു. ആ വികസിപ്പിച്ച കൂട്ടത്തിൽ ആദ്യകാലത്ത് അവർ അന്നും ആ ഖബറിനെ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന അവസാന സന്ദർഭങ്ങളിൽ പോലും നബി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന് നബി തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന ആ സമയത്ത് പോലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു. കാരണം അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. എന്തിനാണ് നബി തങ്ങൾ വഫാത്താകാൻ സമയത്ത് പോലും അത് പറഞ്ഞത്? ആയിഷ ബീവി പറയുകയാണ്, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലെ ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാനുള്ള താക്കീതാണ് നബി തങ്ങൾ നൽകിയത്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു.
പക്ഷേ വലാകിൻഹു ഖശിയ ഔ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ആ ഖബറെങ്ങാനും പുറത്തായി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് പിന്നെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ, പള്ളിയാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ അതിനെ ഉള്ളിൽ തന്നെയാക്കി, അല്ലെങ്കിൽ ആ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നുവെന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇമാം നവവി റഹിമഹുല്ല, ഇമാം അസ്ഖലനി റഹിമഹുല്ല എന്നിവരൊക്കെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നേരത്തെ മാലിക് സലഫി സൂചിപ്പിക്കുകയുണ്ടായി. അമിതമായി ബഹുമാനിക്കപ്പെട്ട് ഒരു കുഫ്റിലേക്ക് വരെ ഈ ഉമ്മത്ത് എത്തുമെന്ന ഭയമാണ് സ്വഹാബത്തിനെ ആ ഖബറെങ്ങനെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും, പിന്നീട് ആ പള്ളി വികസിപ്പിച്ചപ്പോൾ പോലും നബി തങ്ങളുടെ ഖബറിന് പ്രത്യേകമായി 2 ചുമരുകൾ വെച്ചുകൊണ്ട് ആ ചുമരുകൾക്കുള്ളിലായി വെക്കുകയും ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ ഖബറിലേക്ക് തിരിയാൻ സാഹചര്യമില്ലാത്ത വിധം അത് വേറിട്ട് നിർത്തുകയും ചെയ്തുവെന്നാണ്. അന്നൊന്നും കുബ്ബയുണ്ടായിട്ടില്ല. കുബ്ബയുണ്ടായത് പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. നബി തങ്ങളുടെ ഖബർ വന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 678 ആ കുബ്ബയുണ്ടാകുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് ആ ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഏതാണെങ്കിലും നബി തങ്ങളുടെ ഖബർ ഉയർത്തപ്പെട്ട ഖബറല്ല, ഒരു ചാൺ ഉയരം മാത്രമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ നഹ്വ മിൻ 4 അസ്വാബിഅ, 4 വിരലോളം എന്നാണ്. 4 വിരൽ ഇങ്ങനെ വെച്ചാൽ എത്രയാണോ ഹൈറ്റ്, ആ ഹൈറ്റാണ് ആ ഖബറുണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നത്. അങ്ങനെയാണ് നബിയുടെ ഖബറുള്ളത്. 2 കൂട്ടുകാരുടെ ഖബറും അങ്ങനെ തന്നെയാണുള്ളത്. അതൊരിക്കലും ഖബർ കെട്ടുയർത്താനുള്ള തെളിവല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് പലപ്പോഴും ഇവർ പറയാറുള്ളത്, സ്വഹാബിമാരും അങ്ങനെ ഖബറിന് മീതെ പള്ളിയുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം പറയാറുണ്ട്. തൻ്റെ സുഹൃത്തായ മറ്റൊരു സ്വഹാബി അദ്ദേഹം വഫാത്താകുമ്പോൾ അവിടെ അദ്ദേഹത്തെ മറമാടി അങ്ങനെ വജഅല ഇൻദ ഖബരിഹി മസ്ജിദ, അദ്ദേഹത്തിൻ്റെ ഖബറിനടുത്ത് ഒരു പള്ളി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ തന്നെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. ഇനി ഉള്ളതിൽ തന്നെ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കി എന്നോ ഖബർ കെട്ടിയുയർത്തി എന്നോ ഒന്നൊന്നുമില്ല. പോകുന്ന യാത്രാമധ്യേ വഴിയിൽ വെച്ച് മരിക്കുകയും അവിടെ മറമാടേണ്ടി വരികയും ചെയ്തു. ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ മറമാടിപ്പോരുകയാണ്. അപ്പോൾ അവിടെ സമീപത്തായി ഒരു പള്ളി ഉണ്ടാക്കി എന്നേ അതിനർത്ഥമുള്ളൂ. ആ സംഭവം ഉണ്ടെങ്കിൽ തന്നെ അസ്ർ റിപ്പോർട്ടുകളൊന്നും ഈ പള്ളി ഉണ്ടാക്കി കഥയില്ല. ഉള്ളയിടത്തൊന്നും ഇന്ത ഖബരിഹി എന്നല്ലാതെ ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കിയെന്നോ ഖബർ കെട്ടിയുയർത്തിയെന്നോ ഖബർ ദർഗയാക്കി മാറ്റിയെന്നോ ഒന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. ഇതാണ് തെളിവായി പലപ്പോഴും പറയാറുള്ളത്. 5-ാമതായി പറയുന്ന തെളിവ് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ടല്ലോ, അതിനുശേഷം പിന്നെ മറ്റു പല ഇമാമിങ്ങളുടെയും ഖബറിന് മീതെ കുബ്ബയുണ്ടല്ലോ എന്നൊക്കെ പലപ്പോഴും തെളിവായി പറയാറുണ്ട്. അവിടെയും സൂചിപ്പിക്കാനുള്ളത് ഇമാം ഷാഫി റഹിമഹുള്ള ഒരിക്കലും ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കാൻ പഠിപ്പിച്ചവരല്ല, ഖബർ കെട്ടുയർത്താൻ പഠിപ്പിച്ചവരല്ല, ഖബർ എടുപ്പുണ്ടാക്കാൻ അംഗീകരിച്ചവരല്ല. അത് പാടില്ല എന്ന് പറഞ്ഞവരാണ്. നേരത്തെ നാം കേട്ടു, അവിടെ ഉയർത്തപ്പെട്ട ഖബറുണ്ടായപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റാൻ ഫത്വ നൽകുന്നതിനെ ഇമാം ഷാഫി റഹിമഹുല്ല തൻ്റെ കിതാബുൽ ഉമ്മിൽ എടുത്തു പറഞ്ഞവരാണ് എന്നത് യാഥാർത്ഥ്യമാണല്ലോ. മാത്രവുമല്ല ഇമാം ഷാഫി റഹിമഹുല്ല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, ഒരാളെയും ആ നിലയ്ക്ക് വലിയ രൂപത്തിൽ ബഹുമാനിക്കപ്പെടാനായി ഒരു ഖബർ എങ്ങനെ ഉയർത്തപ്പെടുന്നത് എനിക്കിഷ്ടമില്ല, അത് വെറുക്കപ്പെട്ട കാര്യമാണ്, ഞാനത് വെറുക്കുന്നു എന്ന് പറയുകയും ഖബറിൻ്റെ രൂപം എങ്ങനെയാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ് ഇമാം ഷാഫി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഖബർ കുഴിക്കുമ്പോൾ കിട്ടിയ മണ്ണെത്രയാണോ ആ മണ്ണ് മാത്രമാണ് ഖബർ മറമാടാൻ പോലും ഉപയോഗിക്കേണ്ടത്. അതിനപ്പുറം മണ്ണധികമായി ഉപയോഗിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പഠിപ്പിച്ച ആളാണ് ഇമാം ഷാഫി റഹിമഹുല്ല. ആ ഇമാം ഷാഫി റഹിമഹുല്ല വ്യത്യസ്തമായ ശൈലിയാണ് ആ വിഷയം പഠിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞില്ല, അറ ഖുബൂറൽ മുഹാജിരീന വൽ അൻസ്വാരി മുജസ്സസ, മുഹാജിറുടെ ഖബറുകളും അൻസ്വാരികളുടെ ഖബറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും കുമ്മായമിട്ടതായി കണ്ടിട്ടില്ല. ഒരു അൻസ്വാരിയുടെ ഖബറും ഒരു മുഹാജിറിന്റെ ഖബറും കുമ്മായം തേച്ച ഖബറായി പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പഠിപ്പിച്ചതാണ് ഇമാം ഷാഫി റഹിമഹുല്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അക്റഹു അൻ യുബ്ന അലൽ ഖബരി മസ്ജിദുൻ, ഒരു ഖബറിന് മീതെ പള്ളി ഉണ്ടാക്കൽ ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല. വേണ്ടതെന്താ, അൻ യുസവ്വാ, ആ ഖബർ നിരപ്പാക്കപ്പെടുന്നതും ശരിയല്ല, ഒരു ചാൺ ഉയർത്തണമെന്നർത്ഥം. ഔ യുസല്ല അലൈഹി വഹുവ ഗൈറു മുസവ്വാ, ആ ഖബറിന് മീതെ നിസ്കരിക്കുന്നതും അതും അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. ഔ യുസല്ല ഇലൈഹി, അല്ലെ ആ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കലോ അതും പാടില്ല.
എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി അദ്ദേഹം ആ കാര്യം പഠിപ്പിക്കുന്നു. എന്ന് അദ്ദേഹം ഹദീസ് കൊടുത്തു, ഖാതലല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ എന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ്. അല്ലാഹു തആല ജൂത ക്രിസ്ത്യാനികളെ ശപിക്കാൻ കാരണം പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനാലാണ് എന്ന് ഹദീസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, അക്റഹു ഹാദാ, എനിക്കിത് വെറുപ്പാണ്, ലിസുന്നത്തി വൽ ആസാർ, കാരണം ഹദീസിലെല്ലാം വന്നത് ഇത് പറ്റില്ല എന്നാണ്. സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ എല്ലാം അസറുകളിൽ വന്നതും ഇത് പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. ഒരാളുടെയും ഖബർ അങ്ങനെ വല്ലാതെ ബഹുമാനിക്കപ്പെട്ട് അതൊരു പക്ഷേ ശേഷം വരുന്ന ആളുകൾക്ക് ഒരു ഫിത്നയായി മാറുമാറ് ബഹുമാനിക്കപ്പെടുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. സമാനമായി ധാരാളം കാണാം. ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലാ യജൂസു അൻ യുതാഫ ബിഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല, അത് ജായിസല്ല, അനുവദനീയമല്ല. വയുക്റഹു ഇൽസാഖുൽ ളഹ്രി വൽ ബത്നി ബിജിദാരിൽ ഖബ്രി, ഖബറിനോട് തൻ്റെ മുതുകിനെ തൻ്റെ നെഞ്ചിനെ എല്ലാം ചേർത്ത് വെക്കൽ അതുപോലും വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുകയും മാത്രവുമല്ല, വയുക്റഹു മസ്ഹു ബിൽ യദി വതഖബീലുഹു, ആ കൈ കൊണ്ട് തടവൽ അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ചുംബിക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബദിൽ അദബു അൻ യബ്ഉദ മിൻഹു കമാ യബ്ഉദു മിൻഹു ലൗ ഹദറ ഫീ ഹയാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളെ കാണാൻ ചെന്നാൽ നാം പാലിക്കുന്ന ഒരു അകലമുണ്ടല്ലോ, ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് പാലിക്കുന്ന ഒരു അകലം, എന്നതുപോലെ തന്നെ മരിച്ചാലും ആ അകലം പാലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഖബർ പോയി തൊടുകയോ അത് മുത്തുകയോ അത് ചുംബിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബവി റഹിമഹുല്ലാ. ശേഷം അദ്ദേഹം ഹാദാ ഹുവസ് സ്വവാബ്, ഇതാണ് ശരി, അല്ലദീ ഖാലഹുൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞ ശരിയായ വീക്ഷണം ഇതാണ്. ശേഷം അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, വലാ യഗ്തറ ബിമുഖാലഫതി കസീരിൻ മിനൽ അവാമി വഫഇലിഹിം ദാലിക, ധാരാളം ആളുകൾ, സാധാരണക്കായ ആളുകൾ ഇതിനെതിരായി ചെയ്യുന്നുണ്ട് എന്ന് കണ്ട് നീ ചതിയിൽ പെട്ടുപോകേണ്ടതില്ല. ഒരുപാട് ആളുകൾ ചെയ്യുന്നു, ആ ചതിയിൽ നീ പെട്ടുപോകേണ്ടതില്ല. കാരണം ഫൈനൽ ഇഖ്തിദാഅ വൽ അമല ഇന്നമാ യകുനു ബിൽ ഹദീസി സ്വഹീഹതി വഅഖ്വാലിൽ ഉലമാഇ, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, നമ്മൾ പിൻപറ്റേണ്ടത് സ്വഹീഹായ ഹദീസുകളെയാണ്, പണ്ഡിതന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെയാണ് നാം പിൻപറ്റേണ്ടത്. അല്ലാതെ വലാ യുൽതഫതു, തിരിഞ്ഞു നോക്കുകയേ വേണ്ട, ഇലാ മുഹ്ദസാത്തിൽ അവാമി വഗൈരിഹിം വജഹാലാതിഹിം അമത്തുന്നാസ്, ആ സാധാരണക്കായ ആളുകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരുപാട് സംഗതികൾ അതൊന്നും നോക്കേണ്ടതേ ഇല്ല. വജഹാലാതിഹിം, അവിടെ വിവരക്കേടുകൾ, അത് തിരിഞ്ഞു നോക്കുകയേ ചെയ്യേണ്ടതില്ല, അത് മാതൃകയാക്കാൻ പറ്റുകയില്ല. മാതൃകയാക്കേണ്ടത് നബിതങ്ങളുടെ അധ്യാപനങ്ങളെയാണ് എന്ന് പഠിപ്പിച്ചവരാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ ആളുകളാണ്. ആ ഇമാം ഷാഫിഈ ഖബർ കെട്ടിയെത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ ഖബറുണ്ടായത് ഹിജ്റ 204 204 ഇമാം ഷാഫി വഫാത്തായത്, അന്നാണ് ഖബറുണ്ടായത്. എന്നാൽ ഖുബ്ബയുണ്ടായതോ ഹിജ്റ 678 204 ഖബറുണ്ടായി. ശേഷം 464 കൊല്ലം കഴിഞ്ഞിട്ട് ഹിജ്റ 678 അന്നത്തെ ഭരണാധികാരിയാണ് ആ ഖബറിന് മീതെ പിന്നെ ഖുബ്ബയുണ്ടാക്കുന്നത്. ഇമാം ഷാഫിയും ഖുബ്ബയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. ഇമാം ഷാഫിയുടെ കാലം കഴിഞ്ഞ് 4 നൂറ്റാണ്ടിലേറെ 464 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ഖുബ്ബയുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ഇതൊന്നും പ്രമാണങ്ങൾ ഉത്തരവാദിയല്ല. വളരെ വ്യക്തമായ 100ഓളം ഹദീസുകൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടു. സൂചിപ്പിച്ചുവല്ലോ, ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു, റബ്ബിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞു, ശിറാറുൽ ഖൽഖ്, ജനങ്ങൾ ഏറ്റവും ശർറായവർ ഇത്തരം ആളുകളാണ് എന്ന് പറഞ്ഞു. ജൂത ക്രിസ്ത്യാനികൾ ശപിക്കപ്പെടാൻ കാരണം ഇതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. അലാ ഇന്നി അൻഹാകും അൻ ദാലിക, ഞാൻ വിലക്കുന്നുവെന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. മുൻഗാമികൾ ഖബറിലേക്ക് ആരാധനാ കേന്ദ്രമാക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഖബർ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുതേ എന്ന് നബിതങ്ങൾ പ്രത്യേകമായി വസിയത്ത് ചെയ്തു. മാത്രവുമല്ല, നബിതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കി മാറ്റൽ റബ്ബേ എന്നാണ്. വസൻ എന്ന് പറഞ്ഞാൽ പ്രതിമ എന്നാണ്, വിഗ്രഹം എന്നാണ്. അതിനാൽ വസന എന്ന് പറയുക. എൻ്റെ ഖബർ
ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മോട് പ്രത്യേകമായി പറയുന്നു, വലാ തജഅലു ഖബ്രി ഈദാ, എൻ്റെ ഖബർ നിങ്ങൾ ഒരു ആഘോഷ ഇടമാക്കി മാറ്റരുതേ എന്ന് നബി തങ്ങൾ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട അനാചാരം വരാവുന്ന എല്ലാ വഴികളെയും അടച്ചതാണ് പ്രവാചക അധ്യാപനങ്ങൾ. ചവിട്ടാൻ പാടില്ലെന്ന് പറഞ്ഞു, ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു, എഴുതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് കുമ്മായമിടൽ, സിമന്റ് അടക്കമുള്ള എടുപ്പുണ്ടാക്കടക്കമുള്ള എല്ലാ കാര്യവും നബി തങ്ങൾ വ്യക്തമായി വിലക്കുകയാണ് ചെയ്തത്. പക്ഷെ പിൽക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിയാക്കളാണ്, ഫാത്തിമിയാക്കളാണ്, ഉബൈദിയാക്കളാണ് ഈ രീതി ആരംഭിച്ചത്. ഹിജ്റ 300-കളിലാണ്, 3-ാം നൂറ്റാണ്ടിലാണ് ഒന്നാമത്തെ ദർഗയുണ്ടാകുന്നത്. ഒന്നാമത്തെ ദർഗ ഒന്നുകിൽ ഇറാഖിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ, അതിൽ രണ്ടിൽ ഏതാണ് ആദ്യത്തേത് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ആരംഭിച്ച ഒരു ദർഗയാണ് ചരിത്രത്തിൽ ഒന്നാമത്തെ ദർഗ. അതെല്ലാം ഇറാഖിലെ നജഫിൽ ആരംഭിച്ച അലി ബിൻ അബി താലിബിന്റെ പേരിലാണ് എന്നും ഹുസൈൻ ബിൻ അലിയുടെ പേരിലാണ് എന്നും ഒക്കെയുള്ള വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണുന്നു. അതായിരിക്കാം. ഏതായാലും ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ് ഒന്നാമത്തെ ദർഗ ഷിയാക്കളാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ നിന്നാണ് പിന്നീട് പലപ്പോഴായി ദർഗകൾ വന്നത്. 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ ഒറ്റപ്പെട്ട ദർഗകൾ ചില ഭാഗത്തൊക്കെ ഉടലെടുത്തു. 6-ാം നൂറ്റാണ്ടോടുകൂടി അത് വ്യാപകമായി. പിന്നീട് അങ്ങോട്ട് 7ഉം 8ഉം 9 നൂറ്റാണ്ടുകളിൽ ധാരാളമായി ഇതൊരു സംസ്കാരമായി മാറുകയും ഷിയാക്കളിൽ നിന്ന് അല്ലാത്തവരിലേക്ക് കൂടി അത് വ്യാപിക്കുകയുമാണ് ചെയ്തത്. അല്ലാതെ ആദ്യകാല പണ്ഡിതന്മാരും അംഗീകാരം നൽകിയിട്ടില്ല. ഇമാം അബൂബക്കർ തത്തൂഷി റഹിമഹുല്ല 1000 കൊല്ലം മുമ്പ് ജീവിച്ചവർ, 400 ജീവിച്ചവരാണ്. അദ്ദേഹം അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന് പറയുന്ന ബിദ്അത്തുകൾക്കെതിരായി അദ്ദേഹം എഴുതിയ കിതാബ്, ആ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫൻളുറു റഹിമകുമുല്ലാ, നിങ്ങൾ നോക്കണേ, പടച്ചറബ് നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ, കാരുണ്യം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഐനമാ വജത്തും സിദ്റതൻ ഔ ഷജറതൻ യഖ്സുദുഹൻ നാസ്, എവിടെങ്കിലുമൊക്കെ വല്ല മരങ്ങളോ സമാനമായ വല്ല നിങ്ങൾ കണ്ടാൽ ജനങ്ങൾ ലക്ഷ്യം വെക്കുന്നതിനെ അതിനെ കാര്യത്തെ ബഹുമാനമായി കാണുന്നു. അവിടെ ചെന്നാൽ രോഗം ശിഫയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന വല്ല മരങ്ങളോ സമാനമായ മറ്റു വല്ലതുമൊക്കെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അവിടെ പലതും കൊണ്ടുപോയി തൂക്കിയിടുന്നു, അവിടെ തുണി കെട്ടി തൂക്കുന്നു, അതേപോലെ മറ്റു പലതും തൂക്കി വെക്കുന്നു. ഇങ്ങനെയുള്ള കല്ലുകളും മരങ്ങളും അടക്കമുള്ള പലതും കാണാം. ഇതൊക്കെ കണ്ടാൽ അതെല്ലാം ദാത്തു അൻവാത്ത് തന്നെയാണ്. അതെല്ലാം നിങ്ങൾ മുറിച്ചു കളയണേ, ഒഴിവാക്കി കളയണമെന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് അബൂബക്കർ തർത്തുഷി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഹവാദിസ് വൽ ബിദ്അ എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അവസാനമായി ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ ഈ വിഷയമായ ഒരു അധ്യാപനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയമായ അധ്യാപനം ഞാൻ പറഞ്ഞ ശേഷം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല മജ്മൂ ഫതാവയിൽ പറയുന്നു, വലം യകുന ലാ ഹദീസ് സ്വഹാബത്തി വത്താബിഈന വതാബിഈഹിം, സ്വഹാബത്തിന്റെ കാലത്തോ താബിഈകളുടെ കാലത്തോ താബിഈകളുടെ കാലത്തോ ഉണ്ടായിരുന്നില്ല മിൻ ദാലിക ശൈഉൻ ഫീ ബിലാദിൽ ഇസ്ലാം, ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയും ഇത്തരം സംസ്കാരമേ ഉണ്ടായിരുന്നില്ല. ലാ ഫിൽ ഹിജാസി വലൽ യമൻ, ഹിജാസിലില്ല, യമനിലില്ല, വലൽ ശാമി വലൽ ഇറാഖ് വലാ മിസ്ര, ഷാമിൽ സിറിയയിലോ ഇറാഖിലോ ഈജിപ്തിലോ ഉണ്ടായിരുന്നില്ല. വലാ ഖുറാസാൻ വലൽ മഗ്രിബി, ഖുറാസാനിലില്ല, മഗ്രിബിലില്ല, മൊറോക്കോയിലില്ല. വലം യകുൻ ഖദ് ഉഹ്ദിസ മശ്ഹദുൻ ലാ അലാ ഖബ്രി നബിയ്യിൻ വലാ സാഹിബിൻ വലാ അഹദിൻ മിൻ അഹ്ലിൽ ബൈത്തി വലാ സാലിഹിൻ അസ്ലാ, നബിയുടെ ഖബറിന് മീതെയുമില്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളുടെ ഖബറിന് മീതെയുമില്ല, സ്വഹാബത്തിന്റെ ഖബറിന് മീതെയുമില്ല, ഒരു സ്വാലിഹിന്റെ ഖബറിന് മീതെയുമില്ല. ഈ പറയപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയും അത് ഉണ്ടായിട്ടില്ല. ബൽ ആമത്തു ഹാദിഹിൽ മശാഹിദി മുഹ്ദസത്തുൻ ബഅദ ദാലിക, ഇതെല്ലാം ഉണ്ടായത് അതിനു ശേഷമാണ്. ഇന്ന് കാണുന്ന ദർഗകളെല്ലാം ഉണ്ടായത് അതിനു ശേഷമാണ്. സഹാബിയുടെ ഖബറിന് മീതെ കുബ്ബയുണ്ട് എന്ന് പറയും, മഹാന്റെ ഖബറിന് മീതെ കുബ്ബയുണ്ട് എന്ന് പറയും. വഹാബികളെല്ലാം അടിച്ചു പൊളിച്ച് ഒഴിവാക്കി എന്ന് ചില ആളുകൾ വൈകാരികമായി പറയും. പക്ഷെ ആദ്യകാലത്ത് സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത്, തബഉ താബിഈങ്ങളുടെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം പിന്നെ ഉണ്ടായതാണ്. വകാന ളുഹൂറുഹാ വൻതിശാറുഹാ ഹീന ദഅഫത്ത് ഖിലാഫത്തു ബനിൽ അബ്ബാസ്, ബനിൽ അബ്ബാസിന്റെ ഖിലാഫത്ത് ദുർബലമായി മാറിയപ്പോൾ, ഭരണം ദുർബലമായി മാറിയപ്പോഴാണ് ഇതെല്ലാം കയറി വന്നത്. വകാന ളുഹൂറുഹാ വൻതിശാറുഹാ ഹീന ദഅഫത്ത് ഖിലാഫത്തു ബനിൽ അബ്ബാസ് വതഫറഖത്തിൽ ഉമ്മത്തു വകസറ ഫീഹിമുസ് സനാദിഖത്തുൽ മുലബ്ബിസുന അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികൾ പോലും അന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ കടന്നുകൂടി. അവരുടെ എണ്ണം വർദ്ധിച്ചു. അവിടെ ബിദ്അ കക്ഷികളുടെ അവിടെ
അവരുടെ വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമുണ്ടായി, പ്രചാരമുണ്ടായി. മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അൽ മുഖ്തദിറു ബില്ലാഹ് എന്ന സ്ഥാനപ്പേര് വിളിച്ച ഭരണാധികാരി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ രീതിക്ക് അവിടെ ചെറിയൊരു സാധ്യത വന്നു കിട്ടിയത്. മൊറോക്കയിൽ ഷിയാക്കളെ ഏറ്റവും വലിയ ഉഗ്രവാദികളായ അബീദികൾ, ഖദ്ദാഹികളായ ആളുകൾ, കർമ്മത്തികളായ ആളുകൾ അവരാണ് ഇത് കൊണ്ടുവന്നത്. പിന്നീട് അവരിൽ നിന്ന് പിന്നീട് മിസ്രിലേക്ക് എത്തി, ഈജിപ്തിലേക്ക് എത്തി. അങ്ങനെയാണ് പിന്നീട് അത് ലോകത്തേക്ക് വ്യാപകമായി വന്നത്. അല്ലാതെ സ്വഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ തമിഴ് താബികളുടെ കാലത്തോ ഒരു നബിയുടെ ഖബറിന് മീതെയും ഒരു സ്വഹാബിയുടെ ഖബറിന് മീതെയും അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളുടെയും ഖബറിന് മീതെയും ഒരു സ്വാലിഹിന്റെ ഖബറിന് മീതെയും ഒരു ദർഗയും ഒരു ഖബറും ഒരു കുബ്ബയും ഒന്നും ഉണ്ടാക്കപ്പെട്ടിരുന്നില്ല. അതെല്ലാം പിൽക്കാലത്ത് വ്യാജമായി പിന്നീട് സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങാം, പ്രവാചക വചനങ്ങളിലേക്ക് മടങ്ങാം, മുൻഗാമികളായ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് മടങ്ങാം. പിൽക്കാലക്കാരായ വലാശ്ശേരി പക്ഷപാതിത്വമുള്ള ആളുകൾ, സൂഫി ചിന്താഗതി സ്വീകരിച്ച ആളുകൾ, മദ്ഹബി പക്ഷപാതിത്വം സ്വീകരിച്ച ആളുകളൊക്കെ പിൽക്കാലക്കാർ വല്ല ഫത്വയും കൊടുത്ത് ന്യായീകരിച്ചുവെങ്കിൽ അത് അവരും പടച്ചോനുമാകട്ടെ എന്നല്ലാതെ ആദ്യകാല അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ ആരും തന്നെ ഇതിന് ഒരു വഴിയും ഉണ്ടാക്കിയിട്ടില്ല. കണിശമായി പറഞ്ഞു, പാടില്ല, ഹറാമാണ്, പൊളിച്ചു മാറ്റപ്പെടണമെന്ന് വരെ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം തെറ്റായ സംസ്കാരം ഷിയാ സംസ്കാരമല്ല നമുക്ക് വേണ്ടത്. അത് പ്രമാണങ്ങളെ പിൻബലമുള്ളതല്ല. പ്രമാണങ്ങളെ പിൻബലം തിരിച്ചുള്ള ഇത്തരം ദർഗാ സംസ്കാരങ്ങൾ പാടില്ല എന്ന് പറയുന്ന ആശയത്തിലാണ് എന്നത് നാം തിരിച്ചറിയുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ന് ഖബറുകളുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനെയും മറികടക്കുന്ന രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. ഇസ്ലാം ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന രൂപത്തിലുള്ള ഇതര മതസ്ഥരുടെ ആചാരങ്ങളെപ്പോലും വിശ്വാസങ്ങളെപ്പോലും കടമെടുക്കുന്ന ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് ഖബറുകളുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായും നമ്മുടെ നാട്ടിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സംസാരം കൂടി ബഹുമാനായ മൂസ സ്വലാഹി നിർവഹിക്കും. അതിനുശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജ്ജവും സമയവും സമ്പത്തുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.